ഇന്ത്യയിൽ നിന്ന് BDS കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻറ്റിന് ഡെന്റിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരു ഡെന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ഡെന്റിസ്റ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദി ബിഗിനിങ്. എല്ലാവരും വിചാരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് BDS കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്നായി സമ്പാദിക്കാൻ പറ്റുമെന്ന്. ആക്ച്വലി സത്യമാണ്. അല്ല, അത് അത്ര എളുപ്പമായിട്ടൊരു കാര്യമല്ല. ബിക്കോസ് ഫ്രഷേഴ്സ് മോസ്റ്റ്ലി ഗെറ്റ് പെയ്ഡ് അറൗണ്ട് 15,000 to 25,000 പെർ മന്ത്. ഐ നോ ഇറ്റ് ഹേർട്സ്. എന്നാൽ ചില ഡെന്റിസ്റ്റുകൾ ഓരോ മാസം 1 ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. സോ വാട്ട്സ് ദി ഡിഫറൻസ്? എക്സ്പീരിയൻസ് ആണോ? യെസ്. സ്കില്ലാണോ? ഡെഫിനറ്റ്ലി. പക്ഷെ ഇതിനെല്ലാത്തിനും പുറമെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്: മൈൻഡ് സെറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഐ വിൽ എക്സ്പ്ലെയിൻ. നന്നായി സംസാരിക്കാൻ കഴിയുന്ന, ആളുകൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഓൺലൈനിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ഡെന്റിസ്റ്റിന് മറ്റുള്ള ഡെന്റിസ്റ്റുകളെ അപേക്ഷിച്ച് 5 ഇരട്ടി പൈസ സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ 10K ഫോളോവേഴ്സുള്ള ഡെന്റിസ്റ്റുകളൊക്കെ. ഇതവർ ചുമ്മാ ഫ്ലെക്സ് ചെയ്യുന്നതല്ല, അവർ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇത്രയ്ക്ക് സമ്പാദിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു ഡെന്റിസ്റ്റാണ്. അവൻ ആദ്യമായിട്ട് ഏൺ ചെയ്തത് വെറും 18,000 പെർ മന്താണ്. And now he owns a small clinic, does cosmetic treatment and also has a personal brand. ഇതിലൂടെ അവനെ അന്വേഷിച്ച അനേക ആൾക്കാരാണ് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. Now he is making an average of 1.3 lakh per month. ഇത് ഭാഗ്യമൊന്നുമല്ല, ജസ്റ്റ് പ്യുവർ സ്കിൽ, നോളേജ്, മൈൻഡ് സെറ്റ് ആൻഡ് എ സ്മാർട്ട് ഡിസിഷൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇതെങ്ങനെ സാധിച്ചു ഞാൻ പറഞ്ഞുതരാം. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ BDSന് ശേഷം RCT, കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, അതുപോലെ തന്നെ ഇംപ്ലാന്റ്സ്, ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ ബിൽഡ് യുവർ ബ്രാൻഡ്. നിങ്ങൾ ഓൺലൈനിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ ഡെൻ്റൽ ടിപ്സും ആളുകൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇതൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സർവീസ് എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ ലൊക്കേഷൻ, നിങ്ങൾ സിറ്റിയിൽ തന്നെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ക്ലയൻസിനെ അട്രാക്ട് ചെയ്യും. ഇനി നിങ്ങൾക്ക് സിറ്റിയിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാഹചര്യം നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെന്ന ബ്രാൻഡ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾ എവിടെയാണെങ്കിലും, ആളുകൾ എവിടെയാണെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എത്ര നാളെടുക്കും ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് ഉണ്ടാക്കാൻ? ഇത് ഞാൻ പറഞ്ഞു തരാം. എന്നാൽ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ ഡെന്റിസ്റ്റുകൾക്കും മാസം 1 ലക്ഷം വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുമോ? അങ്ങനെ പെട്ടെന്ന് സാധിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മാർട്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. കാരണം ഇത്രയും പൈസ മുടക്കിയിട്ടാണ് നിങ്ങൾ BDS പഠിച്ചിരുന്നത്. അവിടെ നിങ്ങൾ 10,000 രൂപ 20,000 രൂപ മാത്രം സാലറി വാങ്ങുന്ന ഒരു ഡെന്റിസ്റ്റ് ആവാതെ ഒരു ബിസിനസ് രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഡെന്റിസ്റ്റ് ആയി നോക്കി നോക്കിയേ, നിങ്ങൾക്ക് നന്നായി സമ്പാദിക്കാൻ സാധിക്കും. ബിക്കോസ് യു ഹാവ് ഓൾ ദി സ്കിൽസ് ആൻഡ് നോളജ് അബൌട്ട് ദിസ് ഇൻഡസ്ട്രി. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ബിക്കം സക്സസ്ഫുൾ. ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാര്യമാണ്: നിങ്ങൾ വെറും ഒരു ഡിഗ്രി ഹോൾഡർ മാത്രമാവാതെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആവാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ വർഷം BDS കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കുന്ന ബെസ്റ്റ് കോളേജ് എവിടെയാണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, യു ക്യാൻ കോൺടാക്ട് മീ എനി ടൈം അറ്റ് ദിസ് നമ്പർ. താങ്ക് യു.